നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന +1 ഫിസിക്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ കീറി മുറിക്കാനാണ് പോകുന്നത് മക്കളെ. തൊട്ട് മുമ്പത്തെ വീഡിയോസുകളായിട്ട് യൂണിസൈ മെഷർമെൻറ്റ്സ്, സ്ട്രൈറ്റ് ലൈന്, പ്ലെയിന്, ലോസ് ഓഫ് മോഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും കാണാം. അതുപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെയിറ്റേജസിൻ്റെയും കേസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാതെ നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ കാണരുത്. കാരണം അതിനനുസരിച്ചാണ് നിങ്ങൾ ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു വീഡിയോയിൽ വർക്ക് എനർജി ആൻഡ് പവറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും A to Z തന്നെ പറയേണ്ടിയിരിക്കുന്നു മക്കളെ. ഇത് എല്ലാ ടൈപ്പ് കുട്ടികളെ, എല്ലാ ലെവൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീഡിയോ. ഓക്കെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പഠിച്ചൊരു കുട്ടിയാണ് ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നത് മക്കളെ. ഇതിൻ്റെ ഇടയിൽ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാത്തുണ്ടാകും. ഷുവർലി നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഒന്നും പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജയിക്കണം, അതുപോലെ ഡബിൾ പാസ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. അത് ഞാൻ എടുത്ത് പറയും, ഇത് ഒഴിവാക്കരുത്, ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. തൊട്ടുമ്പതി വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം. ഞാൻ ഒരു ഫോർമാറ്റിലാണ്, സ്റ്റൈലാണ് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. റെയർ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് അറിയാലോ, ഡെറിവേഷൻസ് വരുന്നുണ്ട്, പ്രോബ്ലംസ് വരുന്നുണ്ട്, വൺ വേർഡ് സെഷൻസ് വരുന്നുണ്ട്, കോൺസെപ്ച്വൽ വരുന്നുണ്ട്, റെയർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോം വർക്കും വരുന്നുണ്ട് മക്കളെ. എല്ലാം ഇവിടെ ഭദ്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. ഇതിനെ ഓരോന്നേരം എക്സാക്ട് ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല, ഞാൻ ലോക്കാക്കിയിട്ടുള്ളത് സ്ലൈഡ്. ഓക്കെ, ഇതിലൂടെ ഇഷ്ടം പോലെ സ്ലൈഡുകൾ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ട്സ് വേണ്ടവർ എന്ത് ചെയ്യുക, +1 സ്റ്റഡി ഗ്രൂപ്പ് ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, ഈ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഷോർട്ട് ആൻസേഴ്സും ഒക്കെ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ വേണ്ടത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് എൻ്റെ കയ്യിലുള്ള നോട്ട്സുകൾ ഞാൻ ഷെയർ ചെയ്യുന്നതിന് എനിക്ക് ഒരു പ്രശ്നമില്ല. ബട്ട് നിങ്ങൾക്കത് വേണോ വേണ്ടയോ എന്നുള്ള കേസ് മാത്രമേ എനിക്ക് അറിയേണ്ടതുള്ളൂ. അതുകൊണ്ട് മക്കൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കുക. കാരണം ഒന്നും പഠിക്കാതെ ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്, അവർക്കിത് ഹെൽപ്ഫുൾ ആവണം. അതുപോലെ ഫുള്ള് പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഇവിടെ ചെയ്യുന്ന വീഡിയോസ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണ്ടവർക്ക് ചാപ്റ്റർ വൈസ് ഉള്ളത് വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡെറിവേഷൻസ് ഞാൻ എടുത്ത് ചെയ്യില്ല, മിക്കവാറും വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചില കേസുകളിൽ ഞാൻ എന്ത് ചെയ്യും, ടൈം കൂടുന്നതുകൊണ്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ടൈം കളയുന്നില്ല, ടൈം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഫോർമാറ്റാണ് കൊടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വരുന്ന ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റണം. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾ പക്ക വീഡിയോ കണ്ട ഒരാളെ സംബന്ധിച്ച് 100% നിങ്ങൾക്ക് ഷുവർലി സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വേണം മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, പ്രൂവ് ഇറ്റ് ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി. നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ അറിയാം, എനർജി നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആണ്, ബട്ട് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ ആണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അത് മാത്രം പോരാ മക്കളെ, അവിടെ നമ്മൾ പ്രൂഫ് ഇല്ലേ, നമ്മൾ MGHൻ്റെ പ്രൂഫ് വരുന്നില്ലേ മക്കളെ, അതിൻ്റെ ആ പ്രൂഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഞാനത് സ്ലൈഡ് കൊടുത്തിട്ടില്ല, കാരണം ആ ഡെറിവേഷൻ വേണ്ടവർ എന്ത് ചെയ്യുക, പ്ലേ ലിസ്റ്റ് വർക്ക് എനർജി ആൻഡ് പവറിൻ്റെ പ്ലേ ലിസ്റ്റ് നോക്കുക. ഞാനത് ഡിറൈവ് ചെയ്യുന്ന വീഡിയോ അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ A B ഒക്കെ MGH ടോട്ടൽ എനർജി കിട്ടുന്ന ആ ഡെറിവേഷൻ ആണ് ചെയ്യേണ്ടത്. 3 പൊസിഷൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, A എന്ന് പറയുന്ന പൊസിഷനിലും B എന്ന് പറയുന്ന പൊസിഷനിലും C എന്ന് പറയുന്ന പൊസിഷനിലും ഒക്കെ MGH ആണ് കിട്ടുന്നതെന്ന് പ്രൂവ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഡെറിവേഷൻ മസ്റ്റായിട്ട് പഠിക്കണം മക്കളെ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഡെറിവേഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആ ഡെറിവേഷൻ വേണ്ടവർക്ക് ഡോണ്ട് വറി, നിങ്ങൾക്ക് പേടിക്കാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്ത വീഡിയോ തന്നെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്, വർക്ക് എനർജി ആൻഡ് പവറിൻ്റെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വേണ്ടവർക്ക് അതൊക്കെ നോക്കാം കേട്ടോ. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. മക്കളെ ഇതാ മോഡൽ എക്സാമിന് വന്നു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് കണ്ടതിന് കുറേ ആൾക്ക് തെറ്റും. കുറേ ആൾക്കാർ നമ്മൾ ഏത് ഗ്രാഫ്, ഈ ഗ്രാഫിൽ നമ്മുടെ സ്പ്രിങ്ങിൻ്റെ കേസിൽ വരുന്ന ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഗ്രാഫൊക്കെ കൊണ്ടുവരും. അതല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ മക്കളെ അത് ഈ ഗ്രാഫാണ്. മോഡൽ എക്സാമിൻ്റെ കേസും വന്ന ഈ ഗ്രാഫ് കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. ശ്രദ്ധിക്കണം ഡിസ്പ്ലേസ്മെൻറ്റ്, ആ വേർഡ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. അല്ലാണ്ട് ഞാൻ ഗ്രാഫ് ഓടിച്ചിനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻ എന്ന് കണ്ടുകഴിഞ്ഞാൽ മക്കളെ ഈ ഗ്രാഫാണ് വരച്ചു കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? സമയം കളയണ്ട. അപ്പോൾ ഈ ഗ്രാഫ് കറക്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഇത് ചിലപ്പോൾ ഇങ്ങനെ തരും, A എന്ന് തരും, B എന്ന് തരും, എന്നിട്ട് ഐഡൻറ്റിഫൈ A B C എന്നൊക്കെ തരും. അങ്ങനെയും പ്രീവിയസ് ഉണ്ട്. അപ്പോൾ A ആരാണ്, ഇതാരാണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്, ഇവൻ ആരാ, കൈനറ്റിക് എനർജിയാണ്, മുകളിലുള്ള ആൾ ടോട്ടൽ എനർജിയാണ്.
എക്സ് ആക്സിസ് ഹൈറ്റ് ആണ്, വൈ ആക്സിസ് ടോട്ടൽ എനർജിയാണ് അല്ലെങ്കിൽ എനർജിയാണ്. ക്ലിയർ ആണോ? അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടാവണം. ക്ലിയർ ആണ്. അവിടെ കൂടുതൽ വേറൊന്നുമില്ല കേട്ടോ. ഞാൻ ഡയറക്റ്റ് ഗ്രാഫ് വരയ്ക്കാനേ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്ക് മറ്റേ ഗ്രാഫ് ഞാൻ ഈ പറഞ്ഞ ഈ സ്പ്രിങ്ങിൻ്റെ ഗ്രാഫ് മാറിപ്പോൾ അത് വരുന്നുണ്ട്. അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക നമുക്ക് നോക്കാം. ഇതിപ്പോൾ മോഡൽ എക്സാമിന് വന്നിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി ഓഫ് എ സ്പ്രിങ് ഓർ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഞാൻ മൂന്നാമത് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേഷനാണ്. നമ്മൾ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയിലെ ½ ഡെറിവേഷനാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് അടുത്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കൺസർവേഷൻ ഓഫ് എനർജി പോലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ലേറ്റസ്റ്റ് എക്സാമിന് അത് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, മോഡൽ എക്സാമിന് വന്നിട്ടില്ല എന്നുള്ളത് സത്യം തന്നെ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നുമില്ല, ഒരു സ്പ്രിങ് ഉണ്ട്, ആ സ്പ്രിങ്ങിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് സ്പ്രിങ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് സിക്വലും ബാക്കി നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. സ്പ്രിങ് ഫോഴ്സ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് എഫ് -kx. അതിൽ കെ ആരാണ്? സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് കോൺസ്റ്റൻറ്റ്. കുറേ ആൾക്കത് അറിയില്ല. സ്പ്രിങ് കോൺസ്റ്റൻറ്റ്, ഫോഴ്സ് കോൺസ്റ്റൻറ്റ്, സ്റ്റിഫ്നെസ് കോൺസ്റ്റൻറ്റ് എന്നൊക്കെ അത് വിളിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബിക്കോസ് സ്പ്രിങ് ഫോഴ്സ് വേരിയബിൾ ഫോഴ്സ് ആണ്. നമ്മൾ നോർമലി വർക്കിൻ്റെ ഇക്വേഷൻ W=Fs ആണ്. അതൊക്കെ വരുന്നുണ്ടോ വർക്ക്, ടൈപ്സ് ഓഫ് വർക്ക്, അതൊക്കെ വരുവേ. ഓക്കെ, ഞാൻ ഇമ്പോർട്ടൻസ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ബിക്കോസ് ഈ വർക്ക് എന്താണ്? വേരിയബിൾ ഫോഴ്സ് ആണ് സ്പ്രിങ് ഫോഴ്സ്. ആ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഇൻ്റഗ്രൽ. അപ്പോൾ W= എന്താ ഉപയോഗിക്കുക? ഇൻ്റഗ്രൽ എഫ് ഡി എക്സ്. അവിടെ ആരാണ് എഫ് ആയിട്ട് വരിക? F= ആരാണ്? -kx. അപ്പോൾ എഫിൻ്റെ അടുത്ത് -kx കൊടുത്തു, dx. ഇൻ്റഗ്രൽ x⁻n dx ജനറൽ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് കേട്ടോ അത്. x⁻n dx ആരാണ്? x⁻n+1/n+1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാലോ. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. k കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രലിനുള്ളിൽ ആരും ഉണ്ടാവുള്ളൂ? -k ഇൻ്റഗ്രൽ 0 to x x dx. x⁻n dx x⁻n+1/n+1 ആണെങ്കിൽ ഇൻ്റഗ്രൽ x dxൻ്റെ വാല്യൂ എന്തായിരിക്കും? x dx എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പവർ 1 അല്ലേ. അപ്പോൾ 1+1/1+1. അപ്പോൾ എന്ത് വന്നിട്ടുണ്ടാകും? x⁻² വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ x²/2 വന്നിട്ടുണ്ടാകും. നമ്മൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അവിടെ കൊടുക്കുന്നുണ്ട്. 0 to x അല്ലെങ്കിൽ xm എന്ന് പറയൂ കേട്ടോ. xm എന്ന് ഒന്നുമില്ല മക്കളെ, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി അത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറേ ആൾക്ക് ഇൻ്റഗ്രലിന് അറിയില്ല, അതുകൊണ്ടാണ്. ഇൻ്റഗ്രൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം. ആദ്യം എക്സിന് പകരം xm കൊടുത്തു, അതാണ് ഇവിടെ കാണുന്നത്. xm²/2 മൈനസ്. ഇനി ലോവർ ലിമിറ്റ് ആരാ? 0. അപ്പോൾ എക്സിന് പകരം ലോവർ ലിമിറ്റ് 0 കൊടുത്തു, അപ്പോൾ 0²/2. അപ്പോൾ ഈ ടേം പോയില്ലോ, 0²/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0. അപ്പോൾ അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? -12 k × xm². ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് വർക്ക് ഡൺ ബൈ ആരുടെ കേസിൽ? സ്പ്രിങ് ഫോഴ്സ് ചെയ്യുന്ന. അപ്പോൾ ഈ വർക്കാണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുക. പക്ഷേ ഫൈനൽ ആൻസറിൽ മൈനസ് ഉണ്ട്. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? അതാണ് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മൈനസ് വരാനുള്ള കാരണം എന്താണ്? നോർമലി ദിസ് ഈസ് ദ വർക്ക് ഡൺ ബൈ സ്പ്രിങ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ റീസ്റ്റോറിങ് ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ്. അതുകൊണ്ടാണ് കേട്ടോ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതേ സമയം ദ വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ പുള്ളിങ് ഫോഴ്സ്, അതായത് നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഡീഫോമിങ് ഫോഴ്സ് ആയിരുന്നുവെങ്കിൽ ആ വർക്ക് എന്താകുമായിരുന്നു? പോസിറ്റീവ് ആകുമായിരുന്നു. ഈ വർക്കാണ് അവിടെ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സിൽ, അതാണ് അവിടെ സ്പ്രിങ്ങിൻ്റെ സംബന്ധിച്ചിടത്തോളം എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുക? പൊട്ടൻഷ്യൽ എനർജി. അതുകൊണ്ട് സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പറയുമ്പം അവിടെ എന്ത് ഇക്വേഷനാണ് വരിക? U = ½ k xm². U = ½ k xm². ആ മൈനസ് നമ്മൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ആ മൈനസ് വരുന്നത് സ്പ്രിങ് ഫോഴ്സ് റീസ്റ്റോറിങ് ഫോഴ്സ് ചെയ്യുമ്പോൾ മൈനസ് ഉണ്ടാകും. എക്സ്റ്റേണൽ പുള്ളിങ് ഫോഴ്സ്, എക്സ്റ്റേണൽ അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് ആ മൈനസ് ഒഴിവാക്കിയിട്ടുണ്ടാകും. അതാണ് നമ്മളവിടെ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ U = സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ U ആണല്ലോ, വേണം U എന്ന് വിളിക്കാം, US എന്നൊക്കെ വിളിക്കാറുണ്ട്. ½ k x², അല്ലെങ്കിൽ xm ആണ് ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ ½ k xm² കേട്ടോ. മക്കൾ ഈ ഡെറിവേഷൻ മസ്റ്റായിട്ട് ഫുൾ മാർക്ക് വേണ്ട കുട്ടിയാണ്, ഒരിക്കലും ഒഴിവാക്കരുത്. സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേഷൻ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് സ്പീഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോയിലിട്ട് കാണാം, അല്ലെങ്കിൽ പോസ് ചെയ്ത് നോട്ടൊക്കെ ചെയ്ത് മെല്ലെ കണ്ടാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ വരികയാണ്. ഡ്രോ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ ദ കേസ് ഓഫ് സ്പ്രിങ്. അതുകൊണ്ടാണ് ആദ്യം അത് കൊടുത്തത്. സ്പ്രിങ്ങിൻ്റെ കേസിൽ നേരത്തെ വന്നു ഇതേപോലെ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അത് ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷനാണ്. ഇത് സ്പ്രിങ്ങിൻ്റെ കേസ്. ഇത് തന്നെയാണ് നമ്മൾ സ്ഥിരം വരയ്ക്കുന്ന ഗ്രാഫ്. ഈ ഗ്രാഫ്
അപ്പോൾ അവിടെ ആരുണ്ടാകും? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്നോ സ്പ്രിങ് നോക്കി. അപ്പോൾ അതാണ് നോട്ട് ചെയ്ത് വെക്കേണ്ട വേർഡ് മക്കളെ. ഇത് നോട്ട് ചെയ്ത് വെക്കണം. സ്പ്രിങ്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജീൻ്റെ കേസിലൊക്കെ കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫാണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ എനർജി ആണെന്നും ഇവൻ കൈനറ്റിക് എനർജി ആണെന്നും ഇവൻ ടോട്ടൽ എനർജി ആണെന്നും ഈ കേസൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരാണ്? ടോട്ടൽ എനർജിയാണ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ കേസ് വരുമ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി ഈ ഗ്രാഫാണ് വേണ്ടത്. ഓക്കെ ആണോ? അത്രയുള്ള ഒരു സമയം കളയേണ്ട ആവശ്യമില്ല. വേറെ ഒന്നും അവിടെ അധികം ചോദിക്കാനൊന്നും ഡയറക്റ്റും ചോദിക്കാനില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം. എന്താണ് വർക്ക് എനർജി തിയറം? നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും. എന്ത് ടഫ് വന്നതിനാലും ഈ വീഡിയോയിൽ പറഞ്ഞതായിരിക്കും 100%. വർക്ക് എനർജി തിയറം എന്താണ് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല പ്രൂവ് ചെയ്യാൻ. നോർമലി ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ചോദിക്കുക. നമ്മൾ ഈ പ്രൂഫും കൂടി പഠിക്കണം. ഫുൾ മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പം അതുകൊണ്ട് ഫുൾ മാർക്ക് എന്ന് പറയുന്നത് വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു നോട്ട് ഉണ്ടാക്കാം. ഇതന്നെ മതി, ഇതന്നെ നോട്ടായി. ഓക്കെ, അപ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു ആരാണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നമ്മൾ പറയും W ഇസ് ഈക്വൽ ടു ഡെൽറ്റ K. ഇതാണ് വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആൻഡ് ദിസ് ഈസ് നോൺ ആസ് വർക്ക് എനർജി തിയറം. അത് മാത്രം പോരാ, പ്രൂഫ് വേണം. അതാണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് പ്രൂഫ്. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇക്വേഷൻ ഓഫ് മോഷൻ, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് V² ഇസ് ഈക്വൽ ടു U² പ്ലസ് 2AS. അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ വാട്ട് ഈസ് 2AS? V² മൈനസ് U² അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും S എന്താ? ആ 2 RHSലേക്ക് എടുത്താൽ പോരെ. അപ്പോൾ S ഇസ് ഈക്വൽ ടു V² മൈനസ് U² ഡിവൈഡഡ് ബൈ 2A. അപ്പോൾ S കിട്ടി. നമുക്ക് വർക്ക് എനർജി തിയറം. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. വർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. W ഇസ് ഈക്വൽ ടു FS മാക്സിമം വർക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് വർക്ക്. അപ്പോൾ F എന്താ? അക്കോർഡിംഗ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ F ഇസ് ഈക്വൽ ടു MA. പിന്നെ S ആരാ? എസ്സിന് വരെ നമ്മൾ കൊടുത്തു V² മൈനസ് U² ഡിവൈഡഡ് ബൈ 2A. ഈ എയും ക്യാൻസൽ ചെയ്യാലോ. അവർ ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ ഹാഫ് M ഉണ്ടാവും. ഈ ഹാഫ് എമ്മിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. ഹാഫ് എമ്മിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടി? ഹാഫ് MV² മൈനസ് ഹാഫ് MU². ആരാണ് V? ഇവിടെ V കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫൈനൽ വെലോസിറ്റിയും U ആരാണ്? ഇനീഷ്യൽ വെലോസിറ്റിയും. അപ്പോൾ ആരായിരിക്കും ഹാഫ് MV²? ഫൈനൽ കൈനറ്റിക് എനർജി. അത് K സഫിക്സ് F ആണ്. ഞാൻ അത് സഫിക്സ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുത്തുന്നില്ല കേട്ടോ. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ആര് വരും? ഇനീഷ്യൽ കൈനറ്റിക് എനർജി വരൂലേ. അപ്പോൾ കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് അല്ലേ? ദാറ്റ് ഈസ് വർക്ക് ഇസ് ഈക്വൽ ടു ആരാ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രൂഫ്. ഇത് നിങ്ങൾ പഠിച്ചോ, നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാകും. ക്ലിയർ ആണോ മക്കൾ? ഇതാണ് വർക്ക് എനർജി തിയറം. വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. അതുപോലെ ഈ പ്രൂഫും കൂടി നിങ്ങൾ പഠിച്ച സംഭവം സെറ്റാണ്. ഈ പ്രൂഫ് അങ്ങനെ എടുത്ത് ചോദിക്കാറില്ല. സ്റ്റേറ്റ്മെൻറ്റ് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഫുൾ മാർക്ക് വേണ്ട കുട്ടിയാണ്. പ്രൂഫ് നിർബന്ധമായിട്ടും പഠിക്കണം. കുറച്ചും കൂടി ലെവൽ വേണമെങ്കിൽ അവിടെ പ്രോബ്ലംസ് ഒക്കെ, അത് എൻട്രൻസ് ലെവൽ നീറ്റിൻ്റെ ഒക്കെ കീമിനൊക്കെ പ്രോബ്ലംസ് വരാറുണ്ട്. ഓക്കെ, ബോർഡ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ലെവൽ പ്രോബ്ലം വരാനുള്ള ചാൻസ് കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എല്ലാം പഠിച്ച കുട്ടിയാണെങ്കിൽ പ്രോബ്ലം നോക്കിയേക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എന്താണ് 6ാമത്തെ ക്വസ്റ്റ്യൻ? ഡിഫൈൻ പവർ. എന്താണ് പവർ എന്താണ്? അതുപോലെ തന്നെ പവറിൻ്റെ വെക്റ്റർ ഫോം ഇപ്രാവശ്യം കണ്ടില്ലേ? P = F × ഡാഷ് എന്ന് ചോദിച്ച ഓർമ്മയുണ്ടോ? കാരണം പവറിൻ്റെ ഭാഗത്ത് വെക്റ്റർ ഫോമിൻ്റെ ഭാഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പവർ, അതിൻ്റെ വെക്റ്റർ ഫോം, പ്രോബ്ലം. ഓക്കെ, ഞാൻ പ്രോബ്ലം ഇൻക്ലൂഡ് ആണ്. പ്രോബ്ലം വരുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ആക്കുക. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ ആരാ? പവറിനെ ഡിഫൈൻ ചെയ്യണം. പവർ ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. മതി, ഇത്രയേ വേണ്ടൂ. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. എന്താ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്? ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ പവർ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താ? പവർ ഇസ് ഈക്വൽ ടു ആരാ? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കില്ലേ? പവർ ഇസ് ഈക്വൽ ടു ആരാണ്? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താ? P ഇസ് ഈക്വൽ ടു സിംബോളിക്കലി കൊടുക്കുമ്പോൾ P ഇസ് ഈക്വൽ ടു ആര് വരും? P ഇസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ ടൈം, ദാറ്റ് ഈസ് W/T. ഇത്രയും കാര്യങ്ങൾ പവറിൻ്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. പവറിൻ്റെ ഡയമെൻഷൻ ആരാ? ml² T⁻³ ആണ്. അതൊന്നും അവിടെ വന്നിട്ടൊന്നുമില്ല, പക്ഷേ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ml² T⁻³ ആണ്. അവൻ്റെ എസ് യൂണിറ്റ് ആരാ? വാട്ടാണ്, അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് ആണ്. ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അവർ ചോദിച്ച പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി, അതാണ് സെറ്റാക്കുന്നത്. അപ്പോൾ അതൊരു സബ് ടോപ്പിക്കാണത്. അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W/T ആണെന്ന് കിട്ടി. ആരാണ് മക്കളെ? W എന്ന് പറഞ്ഞാൽ എന്താ? F⁻.S. ശരിക്കും പറഞ്ഞാൽ F⁻.S ആണ്. അവിടെ വെക്റ്റർ ഉണ്ട് കേട്ടോ. F⁻.S ഡിവൈഡഡ് ബൈ T. അല്ലെങ്കിലോ F⁻.S
വെക്റ്റർ ഡിവൈഡ് ബൈ ടി എന്ന് കൊടുക്കാം. ഡോട്ട് പ്രോഡക്റ്റിന് അങ്ങനെ പ്രോപ്പർട്ടി ഉണ്ട്, ബൈ ടി എസ് ബൈ ടി എന്ന് കൊടുക്കാം. ആരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അത് വെലോസിറ്റി അല്ലേ. അപ്പോൾ പവർ ഈക്വൽ ആര് കിട്ടി, എഫ് വെക്റ്റർ ഡോട്ട് വി വെക്റ്റർ. എഫ് വെക്റ്റർ ഡോട്ട് വി വെക്റ്റർ ആണോ നേരത്തെ ഞാൻ പറഞ്ഞ എസ് വെക്റ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല കേട്ടോ, സോറി. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് പവർ, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, സോറി. ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അതാരാ, അത് വർക്കാണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് പവർ. ക്ലിയർ ആണ്. പിന്നെ അവിടെ ഒരു ഇതൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചാൽ 1 HP എന്താണ്, 1 HP എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാണ്. HP പവറിൻ്റെ യൂണിറ്റാണ്, നിങ്ങൾക്കറിയാം. SI യൂണിറ്റ് അല്ല, പ്രാക്ടിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് യൂണിറ്റ് എന്നൊക്കെ പറയാം. ഒരു HP എത്ര വാട്ടാണ്, 746 വാട്ട്. ഒരു കിലോ വാട്ട് അവർ എത്ര ജൂളാണ്. അപ്പോൾ ചിന്തിക്കണം, കിലോ വാട്ട് അവർ ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജിയാണ്. കിലോ വാട്ട് അവർ, കിലോ വാട്ട് അവർ, അവിടെ വാട്ട് കണ്ടിട്ട് പോയിട്ട് പവർ എന്ന് എഴുതരുത്. കിലോ വാട്ട് എന്ന് മാത്രമാണെങ്കിൽ ഒരു ഡൗട്ടും ഇല്ല, അത് ആരുടെ തന്നെയാണ്, പവറിൻ്റെ തന്നെ. പക്ഷേ കിലോ വാട്ട് അവർ, അവിടെ മണിക്കൂറുണ്ട്, ടൈമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പവറിൻ്റെ യൂണിറ്റ് അല്ല, എനർജിയുടെ യൂണിറ്റാണ്. നമുക്കറിയാം കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KWH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 KWH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 യൂണിറ്റാണ്. അത് നമ്മൾ വീട്ടിൽ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്നൊക്കെ വിളിക്കാം. ഒരു KWH എത്ര ജൂൾ കണ്ടോ, അപ്പോൾ എനർജിയാണ്. അപ്പോൾ ഒരു KWH അതിൻ്റെ എസ് യൂണിറ്റ് ആയിട്ടുള്ള ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണെന്ന് ചോദിക്കാം. 3.6 × 10⁻⁶ ജൂൾ. ഇത് +2ലും പ്രീവിയസ് വന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ കഴിഞ്ഞു, 6 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു റയർ ക്വസ്റ്റ്യനിലേക്കാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ പോകുന്നത്. അതാണ് മക്കളെ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ. ഇത് അങ്ങനെ എടുത്ത് ചോദിക്കാറില്ല, ഒരു ബേസ് മതി. എനിക്കൊന്ന് ഡബിൾ പാസ്സൊക്കെ കിട്ടണം, ഫുൾ മാർക്ക് വേണ്ട കുട്ടിയാണെന്ന് നോക്കണം. അല്ലാത്ത ആൾക്കാർ ഈ ഒരു ക്വസ്റ്റ്യൻ അധികം സ്ട്രെസ് ചെയ്യേണ്ട എന്നുള്ളതാണ്. കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഒരു ടേബിൾ ആർ ഫോമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് 2 ടേബിളായിട്ട് കൊടുത്തു. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ബൈ ഓർ എഗെയിൻസ്റ്റ് എ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്, ഇതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ഫോളോഡ് ബൈ ദ ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് കൺസർവേറ്റീവ് ഫോഴ്സ്. ഇനി പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. എക്സാമ്പിൾസ് മസ്റ്റായിട്ട് പഠിക്കണം. കൺസർവേറ്റീവ് ഫോഴ്സിനും നോൺ കൺസർവേറ്റീവ്, അത് വരും, ഒന്ന് കണ്ടാണല്ലോ വന്നിട്ടുണ്ട്. കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ഇവൻക്ക് എക്സാമ്പിൾ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്. ഇതല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ കൺസർവേറ്റീവിനാണ് എക്സാമ്പിളായിട്ട് വരിക. ഓക്കെ, ആ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. പിന്നെ അതേപോലെ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക, എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അത് ഡിസ്പ്ലേസ്മെൻറ്റിനെ. കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇതേ സമയം നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്റ്റൻസിനെയാണ്, ഡിസ്പ്ലേസ്മെൻറ്റിനെ അവർ ഡിപ്പെൻഡ് ചെയ്യാറില്ല. പിന്നെ അവരുടെ പ്രോപ്പർട്ടീസ് എന്ന് അറിഞ്ഞിരിക്കുക. കൺസർവേറ്റീവ് ഫോഴ്സ് ഒരു റൗണ്ട് ട്രിപ്പിൽ ചെയ്യുന്ന വർക്ക് എത്രയാണ്, 1 വേർഡ് ചോദിക്കാം, 0 ആണ്. ഇതേ സമയം നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന കേസാണെങ്കിൽ അത് നോൺ 0 ആണ് ഫോർ എ റൗണ്ട് ട്രിപ്പ്. കൺസർവേറ്റീവ് ഫോഴ്സ് ഒക്കെ സെൻട്രൽ ഫോഴ്സസ് ആണ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് സെൻട്രൽ ഫോഴ്സസ് അല്ല. ഇത്തരം കാര്യങ്ങളെന്ന് പറഞ്ഞു. പിന്നെ റിക്കവറബിൾ ആണെന്ന് അറിഞ്ഞിരിക്കും, നിർബന്ധമൊന്നുമില്ല, പറ്റുമെങ്കിൽ മാത്രം പഠിക്കുക, അല്ലെങ്കിൽ ആ പോയിന്റ് ഒഴിവാക്കാം. 2 പ്രോപ്പർട്ടിയും മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റും നോക്കുക. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കേസിൽ പാത്ത് എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, മറ്റേ ആൾ പാത്ത് ഡിപ്പെൻഡ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ് ആരുടെ കേസിൽ, കൺസർവേറ്റീവ് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കേസിൽ അവർ ചെയ്യുന്ന വർക്ക് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്കാണെങ്കിൽ അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നോൺ കൺസർവേറ്റീവിൽ പറഞ്ഞത്. കൺസർവേറ്റീവാണ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അതുകൊണ്ട് ഡിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യില്ല, ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോയിന്റുകളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നോട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ പോയിന്റുകളൊന്ന് അറിഞ്ഞിരിക്കുക. ഫുൾ മാർക്ക് വേണ്ട കുട്ടികളാണ് നിർബന്ധമായിട്ട് ഈ ടോപ്പിക് പഠിക്കേണ്ടത്. എല്ലാവരും ആ ഫുൾ മാർക്ക് തന്നെ ആഗ്രഹിക്കുക. ഓക്കെ, ദെൻ നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യനിൽ പോവുകയാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് വർക്ക് ഡൺ ബൈ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡിഫറൻറ്റ് ടൈപ്സ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയാൻ സിമ്പിൾ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്കിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ് മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. ഫുൾ മാർക്ക് വേണ്ട കുട്ടികൾ മാത്രമല്ല. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് എലോങ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കമ്പോണൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് എലോങ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് എലോങ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിങ്ങനെ വരക്കാറില്ലേ. ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് ഇതിൽ എസ് ആണ്, ഇവൻ എഫ് ആണെങ്കിൽ ഈ കമ്പോണൻറ്റ് ആരാണ്, എഫ് കോസ് തീറ്റ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ്, അതായത് എഫ് കോസ് തീറ്റയും ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള പ്രൊഡക്റ്റാണ് വർക്ക് എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഇക്വേഷൻ ഫോർമാറ്റിൽ എഴുതിയാലോ. അപ്പോൾ W = ആരാ വരിക, എഫ് കോസ് തീറ്റ ഇൻറ്റു എസ്, എഫ് കോസ് തീറ്റ ഇൻറ്റു എസ്. അല്ലെങ്കിലോ എഫ് എസ് കോസ് തീറ്റ, എ ബി കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് എ വെക്ടർ ഡോട്ട് ബി വെക്ടർ അല്ലേ. അപ്പോൾ എഫ് എസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, എഫ് വെക്ടർ ഡോട്ട് എസ് വെക്ടർ. ആ വെക്ടർ കൂടി നിങ്ങൾ ഇട്ട് കൊടുക്കണേ. അപ്പോൾ W = ആരാണ്, എഫ് വെക്ടർ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, സ്കേലാർ പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് മറ്റൊരു പേരെന്താ, സ്കേലാർ
സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുക. ഈ വർക്ക് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് സ്കെയിലാർ പ്രോഡക്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ക്വസ്റ്റ്യൻ ഉള്ളത്, ടൈപ്സ് ഓഫ് വർക്ക്. വർക്ക് പലതരത്തിലുണ്ട്, നിർബന്ധമാണ്, മസ്റ്റ് സ്റ്റഡിയാണ് ടൈപ്സ് ഓഫ് വർക്ക്. ദർ ആർ 3 ടൈപ്സ് ഓഫ് വർക്ക്: പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. എന്താ മക്കളെ പോസിറ്റീവ് വർക്ക്? പോസിറ്റീവ് വർക്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും ഒരേ ഡയറക്ഷനിലായിരിക്കും. അതായത് അവർ തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും. അത് പഠിച്ചാൽ മതി. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ ഇക്വേഷൻ W=FS cos 0. cos 0 1 ആയതുകൊണ്ട് പോസിറ്റീവ് വർക്കിൻ്റെ ഇക്വേഷനാണ്, അല്ലെങ്കിൽ മാക്സിമം വർക്കിൻ്റെ ഇക്വേഷനാണ് W=FS. ഇതേസമയം നെഗറ്റീവ് വർക്ക് ആണെങ്കിലോ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും എന്താണ്? ഒപ്പോസിറ്റ് ആണ്. ദാറ്റ് മീൻസ് തീറ്റ ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വരുന്നത് ഇവർ തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. 180, ഇത് വരയ്ക്കും പിന്നെ റഫായിട്ട് വരച്ചൊന്നുമില്ല കേട്ടോ. 180 ഡിഗ്രി. കോസ് 180 എന്താണ്? -1 അല്ലേ? കോസ് 180 -1 ആണെങ്കിൽ FS × -1. അപ്പോൾ നെഗറ്റീവ് വർക്കിൻ്റെ ഇക്വേഷനാണ് -FS. അവിടെ മൈനസ് വന്നുകൊണ്ട് തന്നെയാണ് ഇത് നെഗറ്റീവ് വർക്ക് എന്നറിയപ്പെടുന്നത്. ദെൻ മൂന്നാമത്തെ വർക്കാണ് സീറോ വർക്ക്. സീറോ വർക്ക് എന്ന് പറയുമ്പോൾ കോമൺലി 3 സിറ്റുവേഷൻസ് അല്ലെങ്കിൽ 2 സിറ്റുവേഷൻസ് അങ്ങനെ ചോദിക്കാറുണ്ട്. സീറോ വർക്ക് ആവാനുള്ള ഏതെങ്കിലും 2 സിറ്റുവേഷൻസ് സജസ്റ്റ് ചെയ്യുന്ന പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും പെർപെൻഡിക്കുലർ ആണ്, അവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ കോസ് 90 0 അല്ലേ? അപ്പോൾ 0ൻ്റെ FS എന്താ? 0 വരും. അതൊരു കണ്ടീഷൻ. അപ്പോൾ ഒരു കണ്ടീഷൻ എന്താ? ഫോഴ്സും എഫ് വെക്ടറും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറും പെർപെൻഡിക്കുലർ ആകുമ്പോൾ സീറോ വർക്കാണ് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ നോർമലി എക്സാമ്പിൾസും കൂടി അറിഞ്ഞിരിക്കണേ. പോസിറ്റീവ് വർക്ക് പറയുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ബോഡി പോസിറ്റീവ് വർക്കാണ്. ഞാനൊരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഫോഴ്സ് പോസിറ്റീവ് വർക്കാണ്. ഓക്കെ, ആ സമയത്ത് വരുന്ന സമയത്ത് പോസിറ്റീവ് ആണ്. ഇതേസമയം നെഗറ്റീവ് ആണെങ്കിലോ ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് എന്നൊക്കെ കാണുമ്പോൾ എപ്പോഴും നെഗറ്റീവ് വർക്ക് ഓർമ്മിക്കണം. സീറോ വർക്ക് പറയുന്ന സമയത്താണെങ്കിലോ ഒരാൾ ഒരു പേഴ്സൺ അയാളുടെ തലയിൽ ഒരു ഹെവി വെയിറ്റും വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണെന്ന് വിചാരിക്കുക, ഹൊറിസോണ്ടൽ റോഡിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് വർക്ക് 0 ആണ്. അത് തന്നെയാണ് ആംഗിൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിലോ വർക്ക് 0 ആവാൻ വേണ്ടി ഞാൻ ഒരു വാള് പുഷ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, വാള് പുഷ് ചെയ്യാണ്, ഞാൻ ഫോഴ്സ് കൊടുത്തു, വാള് മൂവ് ചെയ്യുക ഇല്ല. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. ആ സമയത്ത് വാള് പുഷ് ചെയ്യുന്ന പോലെ ആ സമയത്തും വർക്ക് 0 ആണ്. അപ്പോൾ മെയിൻലി 2 കാര്യങ്ങളാണ് വർക്ക് 0 ആവാനുള്ളത്. ഒന്ന് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആവുക. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാതിരിക്കുക. ഈ 2 സിറ്റുവേഷനിലും വർക്കിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനും അവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മളിത് റയർ കാര്യങ്ങളിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 9ലാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. മക്കളപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള ഗ്രാഫിൽ കോൺസ്റ്റൻറ്റ് ഫോഴ്സിൻ്റെ കേസിൽ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ 9ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള ഗ്രാഫ് ഫോർ എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഗ്രാഫ് എങ്ങനെ ഉണ്ടാകും? അപ്പോൾ ചിന്തിക്കണം, ഫോഴ്സ് നമ്മൾ Y ആക്സിസിലാണ് ഫോഴ്സ് ഉണ്ടാവുക, X ആക്സിസിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക. കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താവും? നമ്മൾ X ആക്സിന് ഹൊറിസോണ്ടൽ ആക്സിസിന് പാരലായിട്ട് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ പക്ഷേ ഷെയ്ഡൊന്നും ചെയ്യണ്ട കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ ഗ്രാഫ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ ഏരിയ എന്താണ്? അത് അവിടെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാൽക്കുലേറ്റ് വർക്ക് ഫ്രം ദ ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്നും വർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ വർക്ക് കിട്ടണമെങ്കിൽ ആ ഗ്രാഫിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ എന്തിന് ഈക്വലാണ്? വർക്കിന് ഈക്വലാണ്. ഇതേ സമയം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഒന്നുമില്ല, നമ്മളെ ഫോഴ്സ് ടൈം ഗ്രാഫ്, ഇപ്പം ഞാൻ വരച്ച ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, ഫോഴ്സ് ടൈം ഗ്രാഫ് വരയ്ക്കുകയാണ്, എന്നിട്ട് ഞാൻ ഏരിയ കണ്ടുപിടിക്കുകയാണ്. എനിക്ക് എന്താ കിട്ടുക എന്നുള്ള കേസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്താണ് തരിക? ഇത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ ആണ് വർക്ക് തരിക. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫോഴ്സിൻ്റെ കേസാണ് ചോദിച്ചത് എങ്കിലും ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ അവിടെ ഞാൻ എൻ്റെ സ്ലൈഡിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ്? ഇതല്ലേ വേരിയബിൾ ഫോഴ്സ് എന്താ? ഫോഴ്സ് വേരിയബിൾ ആണ്, ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ ലൈക്ക് ദിസ് ഇങ്ങനെ കൂടുകയും കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? നേരത്തെ പോലെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ W=FS എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സ്പ്രിംഗ് ഫോഴ്സിൻ്റെ എനർജി കണ്ടുപിടിച്ച് ഓർമ്മിക്കുന്നുണ്ടോ? വർക്ക് കണ്ടുപിടിച്ച് ഓർമ്മിക്കുന്നുണ്ടോ? നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്തത് പറഞ്ഞു വരുന്നത് അതാണ് ഇവിടെ ഡബ്ല്യൂൻ്റെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? കുറേ ഇൻഫിനിറ്റ്ലി സ്മോൾ പീസസ് ആക്കിയിട്ടാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് വേരിയബിൾ ഫോഴ്സിൽ ചെയ്യാൻ പറ്റില്ല. മറ്റേ നമുക്ക് W=FS എന്ന് വിളിക്കാം. പക്ഷേ വേരിയബിൾ ഫോഴ്സിൻ്റെ കേസിൽ W= ഇൻ്റഗ്രേഷൻ കൊടുക്കണം. ഏത് മുതൽ ഏത് വരെ? ഈ ഗ്രാഫിലാണെങ്കിൽ XI മുതൽ XF വരെ ഇൻസൈഡിലുള്ള ഗ്രാഫാണ് കേട്ടോ. അത് XI to XF, അതാണ് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞത്.
നേരത്തെ സിറ്റുവേഷനിൽ ലോവർ ലിമിറ്റ് 0 ആയിരുന്നു, അപ്പർ ലിമിറ്റ് എക്സ് അല്ലെങ്കിൽ എക്സ് എം ആയിരുന്നു. ക്ലിയർ ആണോ? എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ വേരിയബിൾ ആണെങ്കിൽ ഇങ്ങനെയാണ് വർക്കിൻ്റെ ഇക്വേഷൻ വരിക എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇത് കൊടുത്തത്. ഓക്കെ, അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ഫോർ എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. അന്നേരം നമ്മൾ നോർമൽ എന്ത് ചെയ്യും, നമ്മൾ എക്സസൈസിൻ്റെ പാരലായിട്ട് ഇങ്ങനെ വരുന്നുണ്ടാകും. അതിൻ്റെ ഡയറക്റ്റ് ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തെ കൊളീഷൻസ്, 2 ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കൊളീഷൻസിനെ കുറിച്ച് ചെറിയൊരു കാര്യം ഒന്ന് പറയാം. അതുപോലെ തന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ, ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന കൊളീഷനിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് ബോർഡ് എക്സാമിന് കൊടുക്കുന്നത് കേട്ടോ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനെ കുറിച്ച് ചെറിയൊരു കാര്യം കൂടി ഒന്ന് നോട്ടും കൂടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്, ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, 2 കൊളീഷൻ ആണെങ്കിലും ലീനിയർ മൊമെൻറ്റം 2 കൊളീഷൻ, ഇലാസ്റ്റിക് കൊളീഷൻ ആവട്ടെ ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആവട്ടെ, ഈ ബോത്ത് കൊളീഷനിലും ടോട്ടൽ ലീനിയർ മൊമെൻറ്റം എന്താണ്? കൺസേർവ് ആണ്. പക്ഷേ ഇൻ കേസ് ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ എന്ത് കൂടി കൺസേർവ് ആണ്? ടോട്ടൽ കൈനറ്റിക് എനർജി. അതാണ് അവനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കൺസേർവ് ആണെന്ന് മാത്രമല്ല ടോട്ടൽ കൈനറ്റിക് എനർജി കൂടി കൺസേർവ് ആണ്. ഏത് കൊളീഷനിൽ? ഇലാസ്റ്റിക് കൊളീഷനിൽ. ഇനി അതുപോലെ തന്നെ ഇലാസ്റ്റിക് കൊളീഷൻ എക്സാമ്പിൾ എന്താ? മസ്റ്റായിട്ട് പഠിക്കണേ, സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ നമ്മൾ ഗ്യാസ് മോളിക്യൂൾസ് വന്നിടിക്കുന്ന കേസ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിലൊക്കെ പറയുന്നില്ല, വാളുമായിട്ട് വന്നിട്ട് ഗ്യാസ് മോളിൽ ഇടിക്കുന്നു, ഇലാസ്റ്റിക് കൊളീഷനാണ്. ഓക്കെ, നമ്മൾ ലൈറ്റ് വന്നിട്ട് മെറ്റൽ സർഫേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലൊക്കെ പറയാറില്ലേ, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, ഹെൻസ് ഒക്കെ കണ്ടുപിടിച്ച ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലൊക്കെ പറയുമ്പോൾ ലൈറ്റ് വന്ന് മെറ്റൽ സർഫേസിൽ ഇടിക്കുന്നു. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോൺസ് പാർട്ടിക്കിളാണ്. ഇതൊക്കെ എന്ത് കൊളീഷനാണ്? ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇതേ സമയം ഇൻഇലാസ്റ്റിക് കൊളീഷനിലാണെങ്കിലോ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കൺസേർവ് തന്നെയാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്തല്ല? കൺസേർവ് അല്ല. ഇൻഇലാസ്റ്റിക്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി എന്തല്ല മക്കളെ? കൺസേർവ് അല്ല. ഇലാസ്റ്റിക്കിൽ അത് കൺസേർവ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷന് എക്സാമ്പിൾസ് എന്തൊക്കെ പറയാം? നമ്മൾ വെഹിക്കിൾസ് ആക്സിഡൻ്റ് ഒക്കെ നടക്കുന്നില്ലേ, ഇതൊക്കെ എന്താണ്? ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. പെബിൾസ്, നമ്മൾ ചരൽ കല്ലുകളുടെ കേസിലൊക്കെ പറയാം. ഇതൊക്കെ എന്താണ്? ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കും, നമ്മൾ നേച്ചറിൽ നടക്കുന്ന ഓൾമോസ്റ്റ് കൊളീഷൻസും ഇൻഇലാസ്റ്റിക്കിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻഇലാസ്റ്റിക് കൊളീഷനും ഇലാസ്റ്റിക് കൊളീഷൻ രണ്ടിലും ലീനിയർ മൊമെൻറ്റം ഓർ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കൺസേർവ് ആണ്. ഇലാസ്റ്റിക് ആണെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി കൂടി കൺസേർവ് ആണ്. ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി കൺസേർവ് അല്ല. രണ്ടിലും എക്സാമ്പിൾ പഠിക്കുക. ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല, കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെയുണ്ട്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഇങ്ങനെ പഠിച്ച ചാപ്റ്റർ ഫുള്ള് നിങ്ങൾ നൈസായിട്ട് പഠിച്ചിരുന്നു മക്കളെ. വേണ്ടവർക്ക് ഇവിടെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുകയും ചെയ്യുക. അങ്ങനെ പഠിച്ചോ നിങ്ങൾ. നിങ്ങൾ പഠിക്കുക. നിങ്ങൾ വേറെ എന്ത് വേണം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തോ, നിങ്ങൾ ഡൗട്ടിന് എന്ത് ചോദിച്ചോ, മാക്സിമം ഞാൻ ഷുവർലി റിപ്ലൈ തരും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് ഒരു ഡൗട്ടും ഇല്ല. ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ വരുന്നൊരു ടൈപ്പാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. പെർഫെക്റ്റ്ലി ഇൻ ദീസ് ഞാൻ നോട്ടിനെ വായിക്കുക, ഇൻ ദീസ് ടൈപ്പ് ഓഫ് കൊളീഷൻസ് കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്. സ്വാഭാവികം, കാരണം ഇൻഇലാസ്റ്റിക് ആണല്ലോ. ആൻഡ് അത് കൺസേർവ് അല്ല നമുക്കറിയാം. ബട്ട് ഇൻഇലാസ്റ്റിക്കിൽ പെർഫെക്റ്റ്ലി എന്ന് വിളിക്കാൻ കാരണം എന്താ അറിയോ? 2 ബോഡീസ് ഉണ്ട്. അത് പറയാം, 2 ബോഡീസ് ഉണ്ടായിരുന്നു ഇനീഷ്യലി. ഇവർ കൊളൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. ആഫ്റ്റർ കൊളീഷന് ഇവർ 2 ആളും കൂടി ഒറ്റ ബോഡിയായിട്ടാണ് മൂവ് ചെയ്തത്. 2 കൂടി ഒറ്റ 2 ശരീരമൊന്നുമില്ല. നേരത്തെ പറഞ്ഞാൽ ആദ്യം 2 ശരീരമായിരുന്നു, ഇപ്പോഴാണ് കൂട്ടിയിട്ട് ശേഷം ഒറ്റ മനസ്സും ഒറ്റ ശരീരമായിട്ടാണ് ഇവർ മൂവ് ചെയ്യുന്നത്. ആഫ്റ്റർ കൊളീഷൻ കൊളൈഡിങ് ബോഡി സ്റ്റിക്ക് ടുഗദർ ആൻഡ് മൂവ്സ് ആസ് എ സിംഗിൾ മാസ്. 2 ആളും കൂടി ഒറ്റ ആളായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് 2 ആളും കൂടി 2 ബോഡി എന്ന് വിളിക്കാനില്ല, 2 ആളും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്, കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ആ കേസ് അങ്ങനെയാണ്. ഇങ്ങനത്തെ ടീമിനെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് ഫയർഡ് ബുള്ളറ്റ് എംബഡഡ് ഇൻ എ വുഡൻ ബ്ലോക്ക്. ഒരു വുഡൻ ബ്ലോക്കിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ, ബുള്ളറ്റ് വന്നിട്ട് വുഡൻ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടുപോയി. അങ്ങനത്തെ ടീം. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ മഡ് ത്രോൺ ഇൻ ടു എ വാളിനെ, കുറച്ച് മഡ് എടുത്തിട്ട് വാളിലേക്ക് ചുമരിലേക്ക് എറിയാണ്. അങ്ങനെയാണ് ഈ മഡ് പോയിട്ട് വാളിൽ പറ്റി പിടിക്കുന്നു. ആദ്യം 2 ഒബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു, ഒന്ന് വാള് മറ്റൊന്ന് മഡ്. പക്ഷേ ഇവർ കൊളൈഡ് ചെയ്തതിന് ശേഷം ഇവർ 2 ആളും കൂടി ഒറ്റ ഒന്നായി. ഈ മഡ് ഫുൾ അവിടെ പറ്റി പിടിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലാണെങ്കിൽ ഇത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് അല്ലേ? മനസ്സിലായോ? അപ്പോൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൽ ആഫ്റ്റർ കൊളീഷൻ ദീസ് 2 ബോഡീസ് വിൽ സ്റ്റിക്ക് ടുഗദർ ആൻഡ് മൂവ്സ് ആസ് എ സിംഗിൾ ഒബ്ജക്റ്റ് ഓർ സിംഗിൾ മാസ്. ക്ലിയർ ആണ്. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക്കും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിനെ കുറിച്ച് ചെറിയൊരു കാര്യം അറിഞ്ഞിരിക്കണം. അത് വേണ്ടതിനാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഇത് ഞാൻ പറയട്ടെ, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള എക്സാമ്പിൾസ് ഹോംവർക്ക് വരുന്നുണ്ട്. ന്യൂമറിക്കൽ വരുന്നുണ്ട്, അത്രയും ന്യൂമറിക്കൽ വന്നില്ല, ന്യൂമറിക്കൽ വരും. 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കിലോ വാട്ട് അവർ ഈസ് ദ യൂണിറ്റ് ഓഫ്, കിലോ വാട്ട് അവർ ഈസ് ദ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ കിലോ വാട്ട് അവർ ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജിയാണ്, ഒരിക്കലും പവറിലേക്ക് പോകരുത്. രണ്ടാമത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്താ? യൂണിറ്റ് ഓഫ് വർക്ക് ജൂളാണ്. ഇപ്പം ആയിക്കോട്ടെ. ദ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് സെയിം യൂണിറ്റ്, ഇതേപോലെ ജൂള് വരുന്ന മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി താഴെ തന്നതിൽ ആരാ? പവർ അല്ല, അത് വാട്ടാണ്. വെലോസിറ്റി അല്ല, അത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫോഴ്സ് അല്ല, അത് ന്യൂട്ടൺ ആണ്. എനർജി ഓക്കെ ജൂളാണ്.
ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് കൺഫ്യൂഷനൊക്കെ ആക്കുന്നത്, അതായത് പിള്ളേർക്ക് ഇതാ നല്ലോണം പഠിച്ചൊരു കുട്ടിക്ക് മേ ബി ചിലപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണിത്. ഇൻ ഓർഡർ ഫോർ വർക്ക് ടു ബി ഡൺ, വർക്ക് നടക്കണമെങ്കിൽ വാട്ട് മസ്റ്റ് ബി ട്രൂ. താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ ഏതാണ് കറക്റ്റ് ആയിരിക്കേണ്ടത് വർക്ക് ടു ബി ഡൺ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ എന്താ, ഫോഴ്സ് ആക്ട്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ്. രണ്ടാമത് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഫോഴ്സ്. 1 മാർക്ക് സെഷനിൽ തന്നെ നല്ലൊരു ക്വാളിറ്റി ചിലപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ഒരു ഡൗട്ടെല്ലാം അടിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഒന്നും ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ക്വസ്റ്റിൻ്റെ ആൻസർ വരിക, വർക്ക് ടു ബി ഡൺ ആണെങ്കിൽ ഫോഴ്സ് ആക്ട്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ട്, ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് എലോങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് എഫ് കോസ് തീറ്റ. അതാണ് ശരിക്കും വർക്ക് ടു ബി ഡൺ എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ എ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഇൻഡയറക്റ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, പ്ലസ് ടു കുട്ടികൾ കറണ്ട് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടും എക്സാം ആയിട്ട് പോലും കുറേ കുട്ടികൾ അവരെ പഠിച്ച സാധനം പോലും അറിയാതെ എഴുതാൻ പറ്റാതെ ഇറങ്ങിപ്പോയതുണ്ട്. ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് വരില്ല മക്കളെ. അത് നിങ്ങൾ പഠിച്ചോണ്ട് മാത്രം കാര്യമില്ല, ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്തോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ സ്പ്രിംഗ് വിൽ ഹാവ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി വെൻ. ഒരു സ്പ്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക താഴ്ത്തുന്നതിൽ എവിടെയാണ്? പുൾഡ് ഔട്ട് നല്ലോണം വലിക്കുന്ന സമയത്താണോ, കംപ്രസ് ചെയ്യുന്ന സമയത്താണോ, അല്ലെങ്കിൽ രണ്ടിലും ആണോ, അല്ലെങ്കിൽ രണ്ടിലും അല്ലേ? ഷുവലി രണ്ടിലും ആണല്ലേ. കംപ്രസ് ചെയ്യുന്ന സമയത്തും പുള്ള് ചെയ്യുന്ന സമയത്തും പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ് എന്താകും? മാക്സിമം ആകും. ഇനി എന്താണ് അത് ഓക്കെയാണോ? അപ്പോൾ 4 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കഴിഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് ന്യൂമറിക്കൽസ് ഉണ്ട്. അത്രേ ന്യൂമറിക്കൽസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് വെക്റ്റർ തന്നിട്ടുണ്ട്. എഫ് വെക്റ്റർ 3i ക്യാപ്പ് പ്ലസ് 4j മൈനസ് 5k ആണ് ഫോഴ്സ് വെക്റ്റർ. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ 5i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ് ആണെങ്കിൽ ഇവർ നമ്മൾ ആംഗിൾ എന്താ? ഓക്കെ, അതിനെ ചെയ്യേണ്ട മാത്രം പറയാം, ബാക്കി നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. എന്താണ് മക്കൾ? എഫ് വെക്റ്റർ ഡോട്ട് എസ് വെക്റ്റർ എന്താ? ഓക്കെ, ഞാൻ കുറച്ച് സൈസ് കുറച്ചിട്ട് എഴുതാം. ഓക്കെ, ഫോഴ്സ് വെക്റ്ററും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററും തമ്മിലുള്ള ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് വെക്റ്റർ ഡോട്ട് എക്സ് വെക്റ്റർ എ ഡോട്ട് ബി എന്താ? മോഡുലസ് എ അല്ലെങ്കിൽ മോഡുലസ് എഫ് ഇവിടെ വരും, മോഡുലസ് ബി ഇവിടെ മോഡുലസ് എസ് വരും, കോസ് തീറ്റ. ഈ തീറ്റ അല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോസ് തീറ്റേൻ്റെ ഇക്വേഷൻ എന്താണ്? എഫ് വെക്റ്റർ ഡോട്ട് എസ് വെക്റ്റർ ഡിവൈഡഡ് ബൈ മോഡുലസ് എഫ് വെക്റ്റർ മോഡുലസ് എസ് വെക്റ്റർ അല്ലേ വരിക. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫ് ഡോട്ട് എസ് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാലോ. എഫ് ഡോട്ട് എസ് എന്താ? കമ്പോണൻറ്റ് ഐ വരുന്ന ആൾക്കാർ പരസ്പരം എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഐ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇവിടെ ഐ വരുന്ന കേസ് ആരൊക്കെയാണ്? 3 × 5 എത്രയാണ്? 15 ഉണ്ട്. 4 × 4 16 ഉണ്ട്. എല്ലാം കൂട്ടിക്കോളുക. -5 അവിടെ ശ്രദ്ധിക്കണേ, -5 ഒന്നുമില്ല മക്കളെ. ഐ വരുന്ന കമ്പോണൻറ്റ് വരുന്ന ആൾക്കാർ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, കോഎഫിഷ്യൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. ജെൻ്റെ കോഎഫിഷ്യൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. കെൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ 3 × 5 ആണ് 15, അതാണ് ഇവിടെ എഴുതിയത് കേട്ടോ. 4 × 4 പ്ലസ് 16, 4 × 4 നെക്സ്റ്റ് പ്ലസ് -5 × 3 പ്ലസും മൈനസും വരുമ്പോൾ മൈനസ് വരും. അപ്പോൾ ഈ 15 -15 പോകും. അപ്പോൾ എ ഡോട്ട് ബി എത്ര ഉണ്ടാകും? 16 ഉണ്ടാകും. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ നമ്മളിവിടെ എ ഡോട്ട് ബിന് വരും എഫ് ഡോട്ട് എസ്. എഫ് ഡോട്ട് എസ് ഇല്ല, ഈ എഫ് ഡോട്ട് എസ് എത്രയാണെന്ന് കിട്ടി? 16 കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? മോഡുലസ് എഫ് മോഡുലസ് എസ്. എങ്ങനെയാണ് മോഡുലസ് എഫ് കണ്ടുപിടിക്കുക? മോഡുലസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് 3² പ്ലസ് മോഡുലസ് എഫ് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാലോ. മോഡുലസ് എഫ് എങ്ങനെയാണ്? റൂട്ട് ഓഫ് ഒന്നാമത്തെ ആളുടെ സ്ക്വയർ 3² പ്ലസ് 4² പ്ലസ് 5². അതേപോലെ ഇവൻ്റെയും ചെയ്യാം. റൂട്ട് ഓഫ് 5² പ്ലസ് 4² പ്ലസ് 3². പിന്നെ ശ്രദ്ധിക്കണം, -5 ആയിക്കോട്ടെ പ്ലസ് -5² ആണ്. അപ്പോൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതാ ഇവിടെ കൊടുക്കുക, ഡിനോമിനേറ്ററിൽ മോഡുലസ് എഫ് കിട്ടും നിങ്ങൾക്ക്. മോഡുലസ് എഫ് മോഡുലസ് എസ് ഇവിടെ കിട്ടും. ക്ലിയർ ആണോ? അതിൽ നിന്നും തീറ്റ സീക്വൽ കണ്ടുപിടിച്ചാൽ മതി. തീറ്റ സീക്വൽ കോസ് അപ്പുറത്തേക്ക് വരുമ്പോൾ കോസ് ഇൻവേഴ്സ്. ക്ലിയർ ആണോ മക്കൾ? നിങ്ങളും ചെയ്യട്ടോ. ആ ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ തരാം. നിങ്ങളൊന്ന് ഇതും കംപ്ലീറ്റ് ആക്കിട്ടോ. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷുവർലി കമൻറ്റിൽ ചോദിക്കണം മക്കളെ. ദെൻ നെക്സ്റ്റ് ഒരു മോഡൽ ന്യൂമറിക്കൽ കൂടി ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല ലെവലുള്ള ഒരു ന്യൂമറിക്കൽ ഫ്രം ദ ടോപ്പിക് പവറിൻ്റെ ഭാഗത്ത് നിന്ന് പ്രീവിയസ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഫ്രം NCERT. ആൻ എലവേറ്റർ ക്യാൻ ക്യാരി എ മാക്സിമം ലോഡ് ഓഫ് 1800 കിലോഗ്രാം. എലവേറ്ററും പാസഞ്ചറും കൂട്ടിയിട്ടാണ് ആ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ എലവേറ്റർ ലിഫ്റ്റ് മൂവ് ചെയ്യുന്ന എങ്ങോട്ടാണ്? മൂവിങ് അപ്പ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓഫ് 2 m/s സ്പീഡ് ഓർ വെലോസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവൻ ഒപ്പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എത്ര ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവൻ ഒപ്പോസ് ചെയ്യുന്നത്? 4000 ന്യൂട്ടൺ ഇവർ ഒപ്പോസ് ചെയ്യാണ്. അങ്ങനെയാണ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിറ്റർമിൻ ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദ മോട്ടർ ടു ദ എലവേറ്റർ ഇൻ വാട്ട് ആസ് വെൽ ആസ് ഇൻ ഹോഴ്സ് പവർ. HP-യിലും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം സ്പീഡ് തന്നിട്ടുണ്ട്, പവർ ആണ് ചോദിക്കുന്നത്. നമ്മൾ എന്ത് ഉപയോഗിക്കണം? P = ആരാണ് മക്കളെ?
പി ഇസ് ഈക്വൽ ടു ആരാ എഫ് വി അല്ലേ, പി ഇസ് ഈക്വൽ ടു ആരാണ് എഫ് വി, അത്രയേ ഉള്ളൂ. പി ഇസ് ഈക്വൽ ടു എഫ് വി, വി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വി എത്രയാണ്, വി ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്, 2 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇനി എഫ്, ഇനിയാണ് പ്രശ്നം എഫ്. അവിടെ എഫ് എന്താ, അവിടെ ശ്രദ്ധിക്കണം, ഒരു ലിഫ്റ്റ് ഉണ്ട്, ഈ ലിഫ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണ്, ഇതിൻ്റെ ഉള്ളിൽ കുറേ പാസഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഈ പാസഞ്ചേഴ്സും എലവേറ്റർ ലിഫ്റ്റിൻ്റെ ഒക്കെ മാസമാണ് 1800, മുകളിലോട്ട് പോകുന്നു. അപ്പോൾ അവിടെ നമുക്ക് പറയും ഫോഴ്സ് എന്ന് പറയുമ്പോൾ 2 ആൾക്കാരുണ്ടാവില്ല, അവിടെയാണൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഒന്നെന്താ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവില്ലേ, അതായത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്, പക്ഷേ ഇതിനെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിനെ കൂടി എതിർത്തിട്ടല്ലേ മുകളിലോട്ട് കൊണ്ടുപോകണ്ടേ. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ കൂട്ടണം. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉണ്ടാവും, അതുപോലെ മുകളിലോട്ട് പോകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ടാവില്ലേ താഴേക്ക്. അപ്പം ഡൗൺവേർഡ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും താഴേക്കാണ്, നമ്മളിപ്പോൾ മുകളിലോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സും താഴേക്കാണ്. അപ്പോൾ ഈ 2 ഫോഴ്സും കൂടി അവിടെ സമ്മപ്പ് ചെയ്യണം. ക്ലിയർ ആണോ? അതാണ് ആ ക്വസ്റ്റിൻ്റെ ക്വാളിറ്റി. എഫ് ജി പ്ലസ് എഫ് വി, ഫ്രിക്ഷണൽ എഫ് ജി പ്ലസ് എഫ് വി അല്ല എഫ് ആർ അല്ലേ, എഫ് ആർ എന്ന് വിളിക്കാം ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4000 ന്യൂട്ടൺ. ഇനി എഫ് ജി കണ്ടുപിടിക്കണം. എഫ് ജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്, എം ജി അല്ലേ, എം എത്രയാണ് 1800 അല്ലേ, ജി 9.8 അല്ലെങ്കിൽ ഞാൻ തൽക്കാലം 10 എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 18000 ന്യൂട്ടൺ അല്ലേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കിട്ടുക. അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയുണ്ട്, 4000. അങ്ങനെയാണ് മക്കളെ ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും, ടോട്ടൽ ഫോഴ്സ് എത്രയാണ് 22K അല്ലേ, 22,000 ന്യൂട്ടൺ അല്ലേ. ക്ലിയർ ആണോ? 22,000 ന്യൂട്ടൺ ആണ് ടോട്ടൽ ഫോഴ്സ്. ഇനി നമ്മൾ നേരത്തെ ഇക്വേഷനിലേക്ക് വരിക, എഫ് കിട്ടി 22,000. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതായത് വെയിറ്റും കൂട്ടണം, ഫ്രിക്ഷണൽ ഫോഴ്സും കൂട്ടണം. ക്ലിയർ ആണോ? പിന്നെ വെലോസിറ്റി എത്രയാണ്, വെലോസിറ്റി എത്രയാണ്, എലവേറ്ററിൻ്റെ 2 ആണ്. അപ്പോൾ 22,000 എന്ന് കിട്ടി, ഇൻറ്റു 2 ചെയ്യണം, അത് നമ്മൾ നേരെ ഡബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ആൻസർ എത്രയാണ്? അപ്പോൾ നിങ്ങളൊന്ന് നോക്കണേ, ഞാൻ ഒറ്റ സ്ക്രീനിൽ എഴുതുന്നത്, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവാൻ വിചാരിക്കുന്നത് ഇങ്ങനെ മായ്ച്ച് എഴുതുമ്പോൾ ടൈം എടുക്കുന്നുണ്ടാണ്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, 22,000 ആണ് അവിടെ ടോട്ടൽ ഫോഴ്സ്, 22,000 ഇൻറ്റു വെലോസിറ്റി 2, അപ്പോൾ എത്രയായി 44,000 വാട്ട്. അത്രയും വാട്ടാണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവും, അത്രയും വാട്ട് വേണം, അത്രയും വാട്ടിൽ പറയുമ്പോൾ ഇത്രത്തോളം വാല്യൂസ് അവിടെ ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് അവിടെ വാട്ടിൽ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, അവിടെ എന്തിലും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്, എച്ച് പിയിലും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാട്ടാണ്, 746 വാട്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ 1 വാട്ട് എത്ര HP ആണ്, 1 വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/746 HP അല്ലേ. 1 വാട്ട് 1/746 HP. ക്ലിയർ ആണ്? 1 HP 746 വാട്ട്. അപ്പോൾ 1 വാട്ട് 1/746 HP. ഇവിടെ എത്ര വാട്ട് എന്നാണ് പറയുന്നത്, ഇവിടെ എത്ര വാട്ട് എന്നാണ് പറഞ്ഞത്, 44,000 അല്ലേ. അപ്പോൾ 44,000 വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ, 1/746 ഇൻറ്റു 44,000 ചെയ്താൽ പോരെ. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കും മക്കളെ, അത് നിങ്ങൾ ചെയ്തിട്ടൊന്ന് ആൻസർ കമൻറ്റ് ചെയ്യട്ടോ. 44,000 ഇൻറ്റു 1/746. നിങ്ങൾക്ക് ചെയ്യാനുള്ള വഴികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ പവർ കണ്ടുപിടിക്കാൻ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് ഇവിടെ ചെയ്യേണ്ടത്, കാരണം ലിഫ്റ്റ് ആണ് ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും കോമ്പിനേഷനാണ്. വെലോസിറ്റി അവിടെ തന്നിട്ടുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാട്ടിൽ പവർ കിട്ടി. 1 HP = 746 വാട്ട് ആയതുകൊണ്ട് 1 വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/746 HP ആണ്. അപ്പോൾ 44,000 വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ, 1/746 ഇൻറ്റു 44,000 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ അത് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 50 സംതിങ് ആൻസർ ആണെന്ന് എനിക്ക് തോന്നുന്നു, അത്രയും HP. ക്ലിയർ ആണോ? അപ്പോൾ നല്ലൊരു ലെവൽ പ്രോബ്ലം ആണ്, ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന മക്കളാണ് ഈ പ്രോബ്ലം നോക്കേണ്ടത്. തൊട്ടും ആംഗിൾ കണ്ടുപിടിക്കേണ്ടത് ഒരു ബേസിക് ഒരു ആവറേജ് എല്ലാ കുട്ടികളും നോക്കിയിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുമെങ്കിൽ ഷുവർലി നിങ്ങൾ ചെയ്ത് നോക്കിക്കോട്ടെ എല്ലാവരും. ഓക്കെ, കഴിഞ്ഞു. ഇനി റെയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ നമ്മൾ ലീനിയർ മൊമെൻറ്റും കൈനറ്റിക് എനർജിയും തമ്മിൽ റിലേഷൻ ഇല്ലേ, K = P²/2m. അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും ½ എഴുതി കൊടുക്കല്ലേ മക്കളെ. മൊമെൻറ്റത്തിൻ്റെ ടേമിൽ ചോദിക്കുമ്പോൾ അതല്ല ഇക്വേഷൻ. നമുക്കറിയാം കൈനറ്റിക് എനർജിൻ്റെ പ്രൂഫ് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്, എഴുതാൻ വേണ്ടി മാത്രമല്ല. കൈനറ്റിക് എനർജി = ½ അല്ലേ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുകളിൽ ആരാകും, m × m², പിന്നെ v² ഉണ്ടാകും, /2m. ക്ലിയർ ആണോ? അപ്പോൾ m², v² എന്ന് പറഞ്ഞാൽ എന്താ, mv² അല്ലേ, mv² /2m. ആരാണ്
മക്കളെ എം വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൊമെൻറ്റം മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. അപ്പോൾ mv² എന്ന് പറഞ്ഞാൽ എന്താ p² ഡിവൈഡഡ് ബൈ 2m അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ആരാ p²/2m, അല്ലെങ്കിൽ p² ഈസ് ഈക്വൽ ടു ആരാ ഈ 2m LHSലേക്ക് എടുത്തു, p² ഈസ് ഈക്വൽ ടു ആരാ 2m ഇൻറ്റു കൈനറ്റിക് എനർജി. അങ്ങനെയാണ് p ഈസ് ഈക്വൽ ടു ആരാ √2m ഇൻറ്റു കംപ്ലീറ്റ് റൂട്ട് ഉണ്ട് കേട്ടോ, അത് √2m ഇൻറ്റു k അല്ലെങ്കിൽ ke ആണ് മൊമെൻറ്റം. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു പ്രൂഫും പഠിക്കുക. ഇത് സിമ്പിൾ പ്രോബ്ലം ചോദിക്കാണ്ട് ഒരു ലോറിയും ഒരു സ്കൂട്ടറും മൂവ് ചെയ്യുന്ന രണ്ടാൾക്കും സെയിം കൈനറ്റിക് എനർജി ആണെങ്കിൽ ആർക്കാണ് മൊമെൻറ്റം കൂടുതൽ എന്നൊക്കെ ഇതിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ റെയർ ക്വസ്റ്റ്യൻ, അതും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്ന റെയർ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ മാത്രം നോക്കേണ്ടതാണ്. ഒരിക്കൽ മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഞാൻ പ്രീവിയസ് നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തതാണ് ഈ ക്വസ്റ്റ്യൻ. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ബോഡി വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് ബോഡി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് ബോഡി വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് ബോഡി ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, അതായത് നമ്മൾ ബിഫോർ കൊളീഷൻ്റെ കേസിൽ ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് ബോഡി, അതായത് u12 ഈസ് ഈക്വൽ ടു v21 ആണെന്ന് പ്രൂവ് ചെയ്യുന്നില്ലേ. അത് നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ്റെ 1 ഡയമെൻഷനിൽ ഒരു ഡെറിവേഷൻ, ലെങ്തി ഒരു ഡെറിവേഷൻ ഇല്ലേ, അത് ഫുള്ള് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കിട്ടുന്ന ഒരു സ്റ്റെപ്പാണ് ഇത്. ഓക്കെ, അപ്പോൾ ഫുള്ള് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ മക്കളെ നിങ്ങൾ ഈ ഒരു ഡെറിവേഷൻ കൂടി പഠിക്കണം. എസ്പെഷ്യലി ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണെങ്കിൽ നിർബന്ധമായിട്ട് മക്കൾ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ 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 അത്ര റിപ്പീറ്റ് അല്ല ഈ ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾക്കുള്ള ചാൻസ് ആണ് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് കേട്ടോ മക്കളെ. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ പറഞ്ഞാൽ ഇത്ര ഡീറ്റെയിൽ പറഞ്ഞത് എന്ത് ലെവൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മാക്സിമം സ്കോർ ചെയ്യണം. അതിനാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് പേരിന് 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് ചെറിയ സമയം കൂടെ 5 മിനിറ്റ് 10 മിനിറ്റ് എനിക്കും ചെയ്ത് തീർക്കുക, എനിക്ക് സുഖം, ഞാൻ ഇത്ര വിയർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ എഫ് വെക്ടർ തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ തന്നിട്ടുണ്ട്, ആംഗിൾ കണ്ടുപിടിക്കുക. തൊട്ട് മുമ്പ് നമ്മൾ a.b ക്വസ്റ്റ്യൻ ഉപയോഗിച്ചില്ലേ, ആ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ആവറേജ് ഫോർമാറ്റുള്ള ക്വസ്റ്റ്യൻ, വലിയ ലെവലൊന്നുമല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സൈൻ ഓഫ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്. അതായത് നമ്മൾ വർക്കുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്, ആ സൈൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുക. അങ്ങനെയാണ് താഴെ തന്നിരിക്കുന്ന കേസിൽ പോസിറ്റീവാണ് നെഗറ്റീവാണ് വർക്ക് വരിക എന്നുള്ള കേസാണ് പറയേണ്ടത്. ഒന്നാമത്തെ കേസ് work done by a man in lifting a bucket out of a well by means of rope tied to the bucket. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഫോർമാറ്റ്. ഈ ഒരു എക്സാമ്പിൾ നല്ല ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ, അത് എക്സാമ്പിൾസ് എന്നിട്ട് എന്ത് പറയും, ഇതിൽ പോസിറ്റീവ് വർക്കാണോ നെഗറ്റീവ് വർക്കാണോ സീറോ വർക്കാണോ എന്ന് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഓക്കെ ആണല്ലേ വെള്ളം കോരുന്ന സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ ലിഫ്റ്റിംഗ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ ദ എബവ് കേസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തൊട്ടുമുഖത്തെ കേസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താ, തൊട്ടുമുഖത്തിൽ ആ കുട്ടി ചെയ്യുന്ന വർക്കാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, ബക്കറ്റ് ഔട്ട് ഓഫ് വർക്ക് ഡൺ ബൈ മാൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. മൂന്നാമത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ എ ബോഡി സ്ലൈഡിങ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ്. നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വർക്ക് ഡൺ ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് ഇൻ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. ഫുള്ള് പഠിച്ചൊരു കുട്ടിക്കാണെങ്കിൽ പോലും ഇങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ റയർ വന്നതിന് കൺഫ്യൂഷൻ ആകും. അതാണ് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. നിങ്ങളൊന്ന് കറക്റ്റ് ഒന്ന് അതിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് തെറ്റിക്കല്ലേ. എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് ഞാൻ ഇനി ഹോംവർക്ക് ക്വസ്റ്റ്യൻസും വീഡിയോ ഒക്കെ ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ ലാസ്റ്റ് 5ാമതൊരു കാര്യം കൂടിയുണ്ട്. റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ്, വർക്ക് ഡൺ ബൈ ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയറിൻ്റെ റെസിസ്റ്റീവ് ഫോഴ്സ് ഓൺ എ വൈബ്രേറ്റിംഗ് പെൻഡുലം ഇൻ ബ്രിങ്ങിങ് ഇറ്റ് ടു റെസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഇത് റയറാണ്. ഈ ലാസ്റ്റ് വൺ റയറാണ്. ബാക്കിയൊക്കെ പ്രീവിയസ് റിപ്പീറ്റ് വന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിലൊക്കെ വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇനി ഏത് ലെവൽ വന്നു കഴിഞ്ഞാൽ മക്കൾ നിങ്ങൾ സേഫാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ലാസ്റ്റ് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൂടിയുണ്ട് മക്കളെ. നല്ല കോൺസെപ്ച്വൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വെൻ എൻ എയർ ബബിൾ റൈസസ് ഇൻ വാട്ടർ, നമുക്കറിയാം വാട്ടർ എയർ ബബിൾ ഇങ്ങനെ മുകളിലോട്ട് വരൂലേ, വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ ആ ബബിൾ ഇങ്ങോട്ട് മുകളിലേക്ക് വരുമ്പോൾ അവൻ്റെ പൊട്ടൻഷ്യൽ എനർജിന് എന്താ സംഭവിക്കുക. ഒരു ഇമ്പോർട്ടൻറ്റ് മാത്രം നോക്കിയാൽ എല്ലാം പഠിച്ച് കഴിഞ്ഞെന്ന് വിചാരിക്കുന്ന കുട്ടി പോലും ഈ ഒരു സാധനം മിക്കവാറും, എല്ലാവരും ഞാൻ പറയുന്നില്ല, ഓൾമോസ്റ്റ് ആൾക്കാർ മിക്കവാറും നോക്കിയിട്ടുണ്ടാവില്ല. ബട്ട് ഈ ഒരു വീഡിയോസ് എൻ്റെ ചാനൽ കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കുട്ടിക്കാണെങ്കിൽ ഏത് ലെവൽ എന്നാലും കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യും. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞില്ലേ, ഞാൻ റൊട്ടേഷൻ ഏകദേശം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആണ്. എവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ മക്കൾ നിങ്ങളെ ലോക്കാക്കി തന്നിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യാം, വായിച്ച് നോക്കി നിങ്ങൾക്ക് കിട്ടും. ഒന്ന് നല്ലോണം തിങ്ക് ചെയ്യണം, കോൺസെപ്ച്വലാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വർക്ക് എനർജി ആൻഡ് പവറിനെ കീറി മുറിച്ചിട്ടുണ്ട്. ഞാൻ നല്ലോണം അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്ത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വേണമെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ചാപ്റ്റർ ഫുൾ ഈ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ ചാപ്റ്റർ ഫുള്ളി കവർ ചെയ്ത് ഒരു ഡൗട്ട് ഇനി വേറെ ഒരു സ്ഥലവും നിങ്ങൾ പഠിക്കേണ്ട, വേറൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല, ഒരു ആവശ്യം നിങ്ങൾക്കില്ല. നേരത്തെ പറഞ്ഞ ആ ഒരു റയർ ക്വസ്റ്റ്യനിൽ വന്ന ഈ രണ്ടാമത്തെ ആ ഒരു കൊളീഷൻ 1 ഡയമെൻഷൻ ഡെറിവേഷൻ പറ്റുന്നവർ നോക്കുക. ബാക്കിയൊക്കെ അവിടെ ഇനഫാണ്. അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ ഒരു കൺസർവേഷൻ ഓഫ് എനർജി ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ഡെറിവേഷൻ പഠിക്കണം. ബാക്കിയൊക്കെ
ഒക്കെ ആയിട്ടുണ്ട് മക്കളെ, ബാക്കിയൊക്കെ ആയിട്ടുണ്ട്, ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക, നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റ് ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സും പറയാൻ അത് ഷുവർലി ചെക്ക് ചെയ്യും കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം അത് ഷെയർ ചെയ്തിട്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം ആ ഒരു എത്രത്തോളം വ്യൂസ് ഉണ്ടോ അതിനനുസരിച്ച് എനിക്ക് ചെയ്യാനുള്ള മോട്ടീവ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റ് തന്നെ ഫോളോ അപ്പ് ചെയ്യുക. നെക്സ്റ്റ് സെഷൻ നമുക്ക് റൊട്ടേഷൻ മോഷനെ തകർക്കാം. സോ നെക്സ്റ്റ് സെഷനിൽ കാണാം മക്കളെ. ഓക്കെ, താങ്ക് യു.